നമസ്കാരം, മാറ്റനിലേക്ക് സ്വാഗതം. സെപ്റ്റംബറിലാണ് ദിയ കൃഷ്ണയുടെ വിവാഹം. അടുത്തിടെയായി വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് ദിയ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നിരന്തരമായി പങ്കുവയ്ക്കാറുമുള്ളത്. കഴിഞ്ഞ ദിവസം താലി പൂജിക്കാൻ വരഞ്ഞായ അശ്വിന്റെ കുടുംബത്തോടൊപ്പം അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയതിന്റെ വീഡിയോ പങ്കിട്ട് ദിയ എത്തിയിരുന്നു. താലിച്ചരട് അടക്കം വാങ്ങുന്നതിന്റെ വീഡിയോയും ദിയ പങ്കിട്ടിരുന്നു. ഇനി കുറച്ച് നാളുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നതിനാൽ തന്നെ ബിസിനസ്സിനിടയിലാണ് വിവാഹത്തിന് വേണ്ട കാര്യങ്ങളും ദിയ അടുപ്പിക്കുന്നത്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ദിയയും അശ്വിനും വിവാഹിതരാകാൻ പോകുന്നത്. എന്നിരുന്നാലും ഒഫീഷ്യലായി ഒരു പെണ്ണ് കാണാൻ ചടങ്ങൊക്കെ നടത്തിയിരുന്നു. അതിനാൽ അശ്വിനും കുടുംബവും ദിയയുടെ വീട്ടിലേക്ക് എത്തിയതിന്റെ വീഡിയോ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ ദിയയുടെ കുടുംബം അശ്വിന്റെ വീട്ടിലെത്തി താമ്പൂലം, മുല്ലപ്പൂവും ക്ഷണക്കത്തും എല്ലാം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ദിയയുടെ പിതാവും നടനും രാഷ്ട്രീയ പ്രവർത്തകനും എല്ലാമായ കൃഷ്ണകുമാർ ഇനിയുള്ള കുറച്ചു നാളുകൾ വിദേശത്തായിരിക്കും എന്നതുകൊണ്ടാണ് എല്ലാവരും അതിനു മുമ്പ് സമയം കണ്ടെത്തി അശ്വിന്റെ വീട്ടിലെത്തിയത്. കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും മക്കളായ അഹാനയും ഇഷാനിയും ഹൻസികയും സിന്ധുവിന്റെ മാതാപിതാക്കളും എല്ലാം ചേർന്ന് 10ഓളം പേരാണ് അശ്വിന്റെ വീട്ടിലേക്ക് എത്തിയത്. അച്ഛനും അമ്മയും സഹോദരിമാരും എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ദിയ അശ്വിന്റെ വീട്ടിലെത്തി എല്ലാം ഒരുക്കാൻ സഹായിച്ചു. വീട്ടിൽ വിളഞ്ഞ റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും എല്ലാം അടങ്ങിയ പഴക്കൂടകളും മധുരപലഹാരങ്ങളുമായാണ് കൃഷ്ണകുമാറും കുടുംബവും എത്തിയത്. ദിയയുടെ കുടുംബത്തിന് പ്രിയപ്പെട്ട തമിഴ് വിഭവങ്ങളെല്ലാം അശ്വിന്റെ അമ്മ തയ്യാറാക്കി വെച്ചിരുന്നു. ദി ബിഗ് മീറ്റപ്പ് എന്ന തലക്കെട്ടോടുകൂടിയാണ് വീഡിയോ ദിയ പങ്കിട്ടത്. ഇനി ദിയയുടെ വിവാഹം എടുക്കുമ്പോൾ മാത്രമാണ് കൃഷ്ണകുമാർ വിദേശത്ത് നിന്ന് വരിക. അതിനാലാണ് മാതാപിതാക്കളുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാവാത്ത ഇത്തരം ചടങ്ങുകൾ വേഗത്തിൽ പൂർത്തിയാക്കിയത്. അശ്വിന്റെ കുടുംബം തയ്യാറാക്കിയ വിഭവങ്ങളെല്ലാം ആസ്വദിച്ച് കഴിച്ച് ഏറെ നേരം അവിടെ ചിലവഴിച്ച ശേഷമാണ് ദിയയുടെ കുടുംബം മടങ്ങിയത്. ഇരുവരുടെയും കുടുംബം ഒത്തുകൂടി ബന്ധം ഊട്ടിയുറപ്പിച്ചതിന്റെ വീഡിയോ ആരാധകർക്കും ഏറെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് രണ്ട് കുടുംബങ്ങളുടെയും ബോണ്ടിംഗ് ആയിരുന്നു. കഴിഞ്ഞ തവണ അശ്വിന്റെ കുടുംബം ദിയയെ പെണ്ണ് കാണാൻ എത്തിയപ്പോൾ അഹാന ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ അഹാന കൂടി ചടങ്ങിൽ പങ്കെടുത്തത് ആനന്ദം പകരുന്ന ഒരു കാഴ്ചയായി മാറി. ദിയയുടെ സഹോദരിമാരും എല്ലാവരും നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ അശ്വിന് സാധിച്ചിട്ടുണ്ട്. അശ്വിന്റെ വീട്ടുകാരുടെ ആതിഥ്യ മര്യാദയെ പുകഴ്ത്തിയും കമന്റുകളുണ്ട്. അഹാനയെ ഓസിയുടെ കാര്യത്തിന് കാണുന്നത് എന്തോ ഭയങ്കര സന്തോഷമാണ്. അന്ന് അശ്വിന്റെ ഫാമിലി വന്നപ്പോൾ അഹാനയുടെ കുറവ് ശരിക്കും ഉണ്ടായിരുന്നു. മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി ആൾക്കാരോട് സംസാരിക്കുന്നത് അഹാനയാണ്. എല്ലാ വീഡിയോസും ഓസി കൊണ്ടുപോകുമ്പോൾ ഈ വീഡിയോ അമ്മ കൊണ്ടുപോയി. എന്ത് നല്ല പെരുമാറ്റമാണ് അഹാനയുടേത്. രണ്ടുപേരുടെയും കുടുംബങ്ങൾ എന്നും ഇതുപോലെ ഒത്തൊരുമയോടെ ഇരിക്കട്ടെ എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. കൃഷ്ണകുമാറിന്റെ 4 മക്കളിൽ മൂത്തത് അഹാനയാണെങ്കിലും താനായിരിക്കും ആദ്യം വിവാഹിതയാകുക എന്നത് ദിയ പറയാറുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അവസാനം അത് തന്നെ സംഭവിച്ചു. കരിയറിൽ ശ്രദ്ധിക്കാനാണ് അഹാനയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അതിനാലാണ് ദിയയുടെ വിവാഹം നടത്താൻ കുടുംബം തീരുമാനിച്ചത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.